നമസ്കാരം, വിപ്ര ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണപ്രിയ. ഇന്നത്തെ പ്രധാന വാർത്തകൾ. പറങ്കിപ്പടയോട്ടം. പോർച്ചുഗൽ പ്രീ ക്വാർട്ടറിൽ ജയം, ക്രൊയേഷ്യയെ തോൽപ്പിച്ച്. ഫിഫ ലോകകപ്പിൽ നാടകീയ ജയത്തോടെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗൽ പ്രീ ക്വാർട്ടറിൽ. ഇഞ്ചുറി ടൈമിലെ ഗോളിൽ 2-1 ക്രൊയേഷ്യയെ തോൽപ്പിച്ചു. പ്രീ ക്വാർട്ടറിൽ സ്പെയിൻ പോർച്ചുഗൽ വമ്പൻ പോരാട്ടമാണ് ആരാധകരെ കാത്തിരിക്കുന്നത്. കളിയുടെ 53-ാം മിനിറ്റിൽ ഇവാൻ പെരിസിച്ചിലൂടെ ക്രൊയേഷ്യ മുന്നിലെത്തിയപ്പോൾ പോർച്ചുഗൽ ആരാധകരുടെ ഉള്ളൊന്നു പിടഞ്ഞു. എന്നാൽ 68-ാം മിനിറ്റിൽ പെനാൽറ്റിയിലൂടെ ഗോൾ നേടി റൊണാൾഡോ മത്സരം സമനിലയാക്കുകയും ലോകകപ്പ് നോക്കൌട്ട് ഘട്ടത്തിന്റെ ആദ്യ ഗോൾ സ്വന്തമാക്കുകയും ചെയ്തു. പിന്നാലെ ക്രിസ്ത്യാനോ റൊണാൾഡോ മത്സരശേഷം അന്തരിച്ച സഹതാരം ഡിയാഗോ ജോട്ടയുടെ പോർച്ചുഗലിന്റെ 21-ാം നമ്പർ ദേശീയ ധരിക്കുകയും കയ്യിലുയർത്തി പിടിക്കുകയും ചെയ്തു. തുടർന്ന് അദ്ദേഹം കണ്ണീരോടെ ടീമിനൊപ്പം ജോട്ടയ്ക്ക് ആദരാഞ്ജലി അർപ്പിച്ചു. അയോധ്യയിൽ അന്വേഷണ സംഘത്തിന് നിർണായക തെളിവുകൾ. അയോധ്യ കൊള്ളയിൽ നിർണായക തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു. പ്രതികൾ സംഭാവന നടത്തുന്നതിന്റെ CCTV ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചത്. 5 പ്രതികളുടെ ദൃശ്യങ്ങൾ CCTVയിലുണ്ട്. കാണിക്ക എണ്ണുന്നതിന്റെ ട്രസ്റ്റ് നിയോഗിച്ചത് 50 പേരെയാണെന്നും SBI ആണ് റിക്രൂട്ട് ചെയ്യേണ്ടവരുടെ പട്ടിക നൽകിയതെന്ന് സ്വകാര്യ ഏജൻസി വ്യക്തമാക്കി. 45 ദിവസത്തെ CCTV ദൃശ്യങ്ങളെ കയ്യിലുള്ളൂവെന്നതാണ് തിരിച്ചടി. അയോധ്യ ക്ഷേത്രക്കൊള്ള CBIക്ക് വിടുന്നതും ഉത്തർപ്രദേശ് സർക്കാരിന്റെ പരിഗണനയിലിരിക്കെയാണ് പുതിയ വീഡിയോ ലഭിച്ചത്. താര സംഘടനയിൽ വീണ്ടും പ്രതിസന്ധി. അമ്മ സംഘടനയിൽ നിന്ന് ഔദ്യോഗികമായി രാജി സമർപ്പിക്കാതെ ശ്വേതാ മേനോൻ അടക്കമുള്ള ഭരണസമിതി അംഗങ്ങൾ. ശ്വേത അടക്കമുള്ളവരുടെ രാജി ഔദ്യോഗികമായി ലഭിച്ചിട്ടില്ല. രാജി പ്രഖ്യാപിച്ച് മാത്രം അവർ ഇറങ്ങിപ്പോകുകയായിരുന്നു. ഇന്നാണ് മെയിൽ ഇന്ത്യ ഉൾപ്പെടെ ആക്സസ് ലഭിച്ചത്. ജനറൽ സെക്രട്ടറി ആയ പരമേശ്വരൻ പറഞ്ഞത് രാജിക്കത്ത് ലഭിച്ചിട്ടില്ല എന്നാണെന്ന് രമേശ് പിഷാരടി MLA പറഞ്ഞു. മാധ്യമങ്ങളിലൂടെയുള്ള വിവരങ്ങൾ മാത്രമേ നിലവിലുള്ളൂ. മാധ്യമങ്ങളോട് അടക്കം ശ്വേതാ മേനോൻ പറഞ്ഞത് രാജിവെച്ചു എന്നാണെന്ന് ഗണേഷ് കുമാർ പറഞ്ഞു. മല്ലിക സുങ്കാരനും ലക്ഷ്മിപ്രിയയും രാജി മെയിലിൽ അയച്ചിട്ടുണ്ട് എന്ന് കുക്കു പരമേശ്വരൻ പറഞ്ഞു. വിഴിഞ്ഞം തുറമുഖം സംസ്ഥാനത്തിന്റെ തന്നെ ഉടമസ്ഥതയിൽ നിലനിർത്തുന്നതിനുള്ള നടപടികൾ വേണം CPIM. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 49% ഓഹരികൾ MSC അന്താരാഷ്ട്ര ഷിപ്പിംഗ് കമ്പനിക്ക് കൈമാറാനുള്ള നീക്കം തടയുന്നതിന് സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് CPIM. വിഴിഞ്ഞത്തിന്റെ ഓഹരികൾ കൈമാറുമെന്ന കാര്യം അദാനി ഗ്രൂപ്പ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ അറിയിച്ചിട്ടുള്ള രേഖയും പുറത്തു വന്നിട്ടുണ്ട്. തുറമുഖം ഇവരുടെ സംയുക്ത സംരംഭമായി നടത്താനുള്ള നീക്കമാണ് ഇതിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. തുറമുഖം സംസ്ഥാനത്തിന്റെ തന്നെ ഉടമസ്ഥതയിൽ നിലനിർത്തുന്നതിനുള്ള നടപടികൾ ഉണ്ടാകണമെന്നും CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. യൂസർ നെയിം ഫീച്ചർ. വാട്സ്ആപ്പിന് പിന്നാലെ ടെലഗ്രാമിനും സിഗ്നലിനും നോട്ടീസ് അയച്ച് കേന്ദ്രം. യൂസർ നെയിം ഫീച്ചറിൽ വാട്സ്ആപ്പിന് പിന്നാലെ ടെലഗ്രാമിനും സിഗ്നലിനും കൂടി നോട്ടീസ് അയച്ച് കേന്ദ്ര സർക്കാർ. എങ്ങനെയാണ് ഫീച്ചർ നടപ്പാക്കിയതെന്നും എന്തൊക്കെ സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടെന്നും അറിയിക്കണമെന്ന് കേന്ദ്രം ആവശ്യപ്പെട്ടു. ആൾമാറാട്ടം അടക്കം തട്ടിപ്പ് തടയുന്നതിന് എങ്ങനെ അത് വിശദീകരിക്കണമെന്നും നോട്ടീസിൽ ആവശ്യപ്പെടുന്നു. അതിനിടെ ആട്ടയിലെ യൂസർ നെയിം ഫീച്ചർ നിർത്തലാക്കിയതായി സോഹോ സഹസ്ഥാപകനും ചീഫ് സയന്റിസ്റ്റുമായ ശ്രീധർ വെമ്പു അറിയിച്ചു. ഇതുപോലുള്ള ന്യൂസ് അപ്ഡേറ്റുകൾക്കായി വിപ്ര ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക.